ഹലോ, ഞാൻ ടാനിയ ജോയൽ. നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ എല്ലാ ദിവസവും കൊച്ചു പറയുമല്ലേ. ശരിക്കും എന്നാണെന്നറിയാമോ, നമ്മുടെ ഈ കട ഫുള്ള് ബെഡ്ഷീറ്റ് കടയാണ്. ഇപ്പം ഈ ബാക്കി കാണുന്ന നമ്മുടെ വാഴ ഡിസൈൻ ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ള ഡിസൈൻ ആയിരുന്നു. ഈ കട്ടൻ രണ്ടാമത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം വളരെ കുറച്ച് പീസേ ഉള്ളൂ, അത് ഞാൻ പ്രത്യേകം എടുത്തിട്ട് പറയുകയാണ്. അപ്പം ആരെങ്കിലും അന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ ആദ്യം തന്നെ ഓർഡർ ചെയ്ത് അത് മേടിക്കണം കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത്, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, നല്ല ഭംഗിയായിട്ട് വിരിച്ചാൽ നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന നല്ല ഷീറ്റ്സ് ആണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, അതും കിങ് സൈസ് ബെഡ്ഷീറ്റ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. എന്ത് രസമാണെന്ന് നോക്കി, ഇന്ന് പ്രിന്റ് കാണുന്നത് ഇതുണ്ട്, എന്ത് രസമാണ്. നല്ല ഭംഗിയായിട്ട് ഒരുപാട് കുഞ്ഞു പൂക്കളുണ്ട്, വലിയ പൂക്കളുണ്ട്. പക്ഷെ അത് നമുക്ക് കാണുമ്പോൾ ഒരു കാട് പോലെയൊന്നും തോന്നത്തില്ല. വിരിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. സെയിം പില്ലോ കവേഴ്സ് തന്നെയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. ഇതിനകത്ത് ഈ ബെഡ്ഷീറ്റിൻ്റെ കളറിലുള്ള ഏതെങ്കിലും ഒരു കുഞ്ഞ് പില്ലോ കവേഴ്സ് പ്ലെയിൻ കളറിലുള്ള ഇതിനകത്ത് വെച്ച് നമ്മളിത് മീൻസ് എന്താ പറഞ്ഞ ഡിസൈൻ മീൻസ് എന്താ സ്റ്റൈൽ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. നല്ല രസത്തിലുള്ള 2 പില്ലോ കവറും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആയിട്ടൊരു ഷീറ്റ് ഉണ്ട്. ഈ മാഗ്നിസ്കേപ്സ് തുടങ്ങിയപ്പോൾ ഉള്ളായിരുന്ന ഒരു ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ ചെയ്ത ഷീറ്റ് ഇത് പിന്നീട് നമുക്ക് ഇപ്പോഴാണ്, പക്ഷെ വേറെ കളറിലാട്ടോ, അതും ഞാൻ പറയണില്ല, ഇപ്പോഴാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ഇതുണ്ട്, നല്ല ഒരു ഫാബ്രിക്കിൽ നല്ല ഡിസൈൻ, അതായത് റോസാപ്പൂവൊക്കെ നല്ല വിരിഞ്ഞ് സുന്ദരമായിട്ടിരിക്കുന്നുണ്ട് അല്ലേ. എന്ത് രസമാണെന്ന് ഈ റോസാപ്പൂ കാണാൻ. നല്ല ഉരുണ്ട റോസാപ്പൂ കേട്ടോ. ഇത് അകലേന്ന് നോക്കിയാലും അടുത്തുനിന്നൊക്കെ നോക്കിയാലും ഇത് ബെഡ്റൂമിലോട്ട് കയറുമ്പോഴേ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫീൽ തുടങ്ങും കേട്ടോ. ഇപ്പൊ ഈ കൺട്രി ഹൗസ് എന്നൊക്കെ പറഞ്ഞൊരു കോൺസെപ്റ്റ് ഒക്കെ എല്ലാവരും, കൺട്രി ഹോം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടൊക്കെ എന്നാ ചെയ്യത്തില്ലേ. പിന്നെ ഇപ്പൊ ഈയിടെ ആയിട്ട് കുറച്ച് റിസോർട്ടിലെ ആൾക്കാരൊക്കെ ഇല്ല, പണ്ടൊക്കെ വൈറ്റ് കൊണ്ടുവരുന്ന ആൾക്കാർ ഇപ്പം ഇതുപോലത്തെ ഷീറ്റ്സ് ഇങ്ങനെ പൂക്കളുള്ളതുണ്ടോ, എന്താ പറഞ്ഞാൽ ഇംഗ്ലീഷ് സ്റ്റൈലിലുള്ളതുണ്ടോ അങ്ങനെയൊക്കെ വന്ന് ചോദിക്കുക. അപ്പം നമ്മളത് അങ്ങനെ നമുക്കൊരു കോൺസെപ്റ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കും ഇത് ഒരുപാടൊന്നും വിരിക്കണ്ട, പക്ഷെ ഓരോന്നൊക്കെ വിരിച്ച് ആ റൂം നല്ല സ്റ്റൈലാക്കി നല്ല ഭംഗിയായിട്ട് വെച്ചാൽ നല്ല രസമായിരിക്കും. നമ്മുടെ വീട്ടിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഗസ്റ്റ് ഒക്കെ വരുമ്പോഴില്ല, നമ്മുടെ വീട്ടിലോട്ടൊക്കെ കയറി വരുമ്പോൾ അവർക്കും ഇതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമായിരിക്കും കേട്ടോ. ഇത് ലൈറ്റ് വെയിറ്റ് ആയിരുന്നു, കിങ് സൈസ് ബെഡ്ഷീറ്റ് ആയിരുന്നു. റേറ്റ് വന്നിട്ട് നമ്മുടെ വാട്സപ്പിൽ നമ്മളോട് ചോദിച്ചാൽ മതി. വെബ്സൈറ്റിൽ ഓൾമോസ്റ്റ് എല്ലാ ഫോട്ടോസും ഇട്ടിട്ടുണ്ട്. എന്നിരുന്നാലും മാഗ്നിസ്കേപ്സിൻ്റെ വെബ്സൈറ്റിൽ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലുള്ള നമ്പേഴ്സ് തന്നെ ചോദിക്കണം കേട്ടോ. ഇനിയുള്ളത്, അപ്പം നിങ്ങൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വെബ്സൈറ്റിലാണെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളവരിലേക്ക് അങ്ങ് സെലക്ട് ചെയ്തത് ശരിയാണ് കേട്ടോ. പക്ഷെ ചില സമയത്തില്ലേ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചോദിക്കുമ്പോഴും അതിനൊരു പ്രത്യേക ഒരു ഒരു ഇതുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു വിഷമവും ഇല്ല. പക്ഷെ രാവിലെ 10 മണി തുടങ്ങി വൈകുന്നേരം 6 വരെയാണ് നമ്മുടെ ഓൺലൈൻ സെക്ഷൻ ഉള്ളത്. അപ്പോൾ അതനുസരിച്ച് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇന്ത്യൻ ടൈം ആട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ പുറത്തോട്ടൊക്കെ ഉള്ള ആൾക്കാർ നമുക്ക് മെസ്സേജുകൾ അയക്കുമ്പോൾ എല്ലാം വാട്സപ്പിൽ ഇങ്ങനെ എഴുതി അയച്ചാൽ മതി. വോയിസ് മെസ്സേജോ എഴുതി അയച്ചാൽ മതി, നമ്മൾ റിപ്ലൈ തന്നോളും കേട്ടോ. തരാതെ ഒരു മെസ്സേജും ഇരിക്കത്തില്ല കേട്ടോ. ഇനിയുള്ളത് നമ്മുടെ തിക്കായിട്ടുള്ള ബെഡ്ഷീറ്റ് ആയിരുന്നു. പക്ഷെ ഇതിൻ്റെ സെൻറ്റർ പോർഷനില്ലേ നല്ല ലൈറ്റ് വെയിറ്റ് ആട്ടോ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള സൈഡ് ബോർഡർ. ഇതുകൊണ്ട് എന്ത് രസമാണെന്ന് നോക്കി, ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള 4 സൈഡ് ബോർഡറുള്ള ഷീറ്റാണ്. യൂഷ്വലി ലൈറ്റ് വെയിറ്റ് അല്ലല്ലോ നമ്മൾ എപ്പോഴും പറയുന്നത്, തിക്കായിട്ടുള്ളതല്ല. പക്ഷെ ഇത് നല്ല രസമുള്ള നല്ല 1000 റുപ്പീസിന് താഴെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്, 4 സൈഡിൽ ബോർഡർ ആണ്. കിങ് സൈസിന് മെഷർമെന്റ് വന്നിട്ട് 100x100 നോട്ട് 8 ഇഞ്ചസ് ആണ്. മാഗ്നിസ്കേപ്സിന് പില്ലോ കവറിന്റെ സൈസ് വന്നിട്ട് 17x27 കുറച്ചുകൂടി വലുതാണ് കേട്ടോ. ഇനിയുള്ളത് നല്ല രസമാട്ടോ. അയ്യോ എന്ത് രസമാണ്, ഇന്നത്തെ ഷീറ്റ്സുകളെല്ലാം വളരെ ഭംഗിയാട്ടോ. ഞാൻ തന്നെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും അയ്യോ ഇതെല്ലാം വാങ്ങിക്കാൻ വേണ്ടി പറയുന്നതാണ്. അങ്ങനെയൊന്നുമല്ല, നമ്മളുടെ കാഴ്ചയിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനമല്ലേ നമ്മൾ ഓപ്പോസിറ്റ് ഇരുന്ന ആൾക്കാർ വാങ്ങിക്കത്തുള്ളൂ. പക്ഷെ എനിക്കിതിനെയൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഈ പ്രിൻ്റൊക്കെ നല്ലതാണെങ്കിൽ മാത്രം ഞാൻ ഇതെല്ലാം ഈ ഫാബ്രിക് ഒക്കെ പർച്ചേസ് ചെയ്യത്തുള്ളൂ. കാണാതെ ഒന്നും ഈ സാധനം ഞാൻ പോയി മേടിക്കത്തില്ല. അപ്പോൾ ഇതെല്ലാം തൊട്ടും മണത്തും ഒക്കെ നോക്കി ഒക്കെ ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല ലൈഫിൽ. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമായിട്ട് തന്നെ വാങ്ങിക്കുന്ന ഡിസൈൻസ് ഒക്കെ ഇല്ലേ, എനിക്ക് അതിനെക്കുറിച്ച് പറയുമ്പോഴും ഭയങ്കര
ഉള്ളിൽ നിന്ന് ഭയങ്കര എന്തോ ഒരു ആസൂത്രം വരുന്നില്ലേ, ആസൂത്രം പോലെയൊക്കെയാണ് കേട്ടോ. അപ്പം എന്നോട് ചിലവർ ചോദിക്കും ബെഡ്ഷീറ്റിനാണോ ഇഷ്ടം കൂടുതൽ എന്നൊക്കെ ചോദിക്കും കേട്ടോ. ബെഡ്ഷീറ്റ് തന്നെയാണ് ജാനിയ ജോയലിന് ഇഷ്ടം. ബെഡ്ഷീറ്റ് വിൽക്കാൻ തന്നെയാണ് ഇഷ്ടം, ചുരിദാറല്ല. ചുരിദാർ മാഗ്നിസ്കേപ്സ് ഇല്ല. ഈയിടെയായിട്ട് വരുന്ന മെസ്സേജുകളൊക്കെ ചുരിദാർ എന്നാണ്. ചുരിദാറും ഫാബ്രിക്സ് ഒക്കെ അതൊക്കെ നല്ലതായിട്ട് അറിയാവുന്ന കുഞ്ഞുങ്ങളൊക്കെ വിൽക്കുന്നതല്ലേ നല്ലത്. പക്ഷെ ഫ്യൂച്ചർ എനിക്ക് അറിയത്തില്ല. ഞാൻ ഇടുന്ന ഉടുപ്പൊന്നും എനിക്ക് കൊടുക്കാനും എനിക്കില്ല. അതൊക്കെ ഈ കട്ട് പീസും അവിടെ നിന്നൊക്കെ കിട്ടുന്നതും കൊണ്ടൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തയ്ക്കുന്നതാട്ടോ എൻ്റെതായ രീതിയിൽ. അത് ഒരുപാട് മെസ്സേജ് വന്നുകൊണ്ട് ഞാൻ അതിന് റിപ്ലൈ പറഞ്ഞു കേട്ടോ. എനിക്കതായൊരു ചോയ്സ് ഉണ്ടല്ലോ. ചിലപ്പോൾ ഭയങ്കര എന്താ കരിമ്പനടിച്ചെന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര ഡള്ളായിട്ട് ഒന്നിനും കൊള്ളിയത്. ചില ദിവസമാണെങ്കിൽ ഇടിവെട്ട് കളേഴ്സൊക്കെ ഇട്ട് വരുവേ. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മൂഡാണ് കേട്ടോ എൻ്റെ ഡ്രസ്സിങ് കേട്ടോ. ഇന്നതൊന്നുമില്ല, എന്ത് കണ്ടാലും എന്ത് ഒറ്റ കാഴ്ചയിൽ കണ്ടാലും അത് ഞാൻ എടുത്തിട്ട് വരും. അതാണ് എൻ്റെ മെയിൻ ഒരു പ്രശ്നം കേട്ടോ. ഇത് കണ്ടോ, നല്ല രസത്തിലുള്ള അടുത്തൊരു ഡിസൈന്. അപ്പം നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനാണ്. എന്നാ രസമാണെന്ന് നോക്കിയാൽ ഈ ഷീറ്റ്സിൻ്റെ ഈ ഫാബ്രിക് ഒക്കെ ഉണ്ടല്ലോ, പ്രീമിയം ഫാബ്രിക്കാണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ള പ്രിൻസ് ഇല്ല, അത്രയും നല്ല പ്രിൻസ് ആണ് കേട്ടോ. ആ പ്രിൻറ്റിൻ്റെ മീൻസ് ഇത് സെലക്ട് ചെയ്യുന്ന ആളുടെ ഗുണം എന്ന് പറയുമ്പോൾ അതെൻ്റെ ഗുണം എന്ന് ഞാൻ തന്നെ പറയേണ്ടി വരും. പക്ഷേ അതിനകത്തുള്ള എഫേർട്ട് ഉണ്ടല്ലോ. എൻ്റെ കൂടെ ഈ ഫാബ്രിക്സ് ഒക്കെ മേടിക്കുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളും കൂടി ഉണ്ട്. അപ്പം വെച്ചിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കേ അത് ഇതെന്ന്. പക്ഷെ അത് ഇതെന്ന് പറയുമ്പോൾ കുഞ്ഞായിരുന്നപ്പോൾ ഞാനൊന്നും ചെയ്യത്തില്ലായിരുന്നു. ഇപ്പം പുള്ളി അത് ഇതെന്ന് പറയുമ്പോഴത്തേനും ഞാനത് എടുക്കും. മനസ്സിലായി, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം ഭയങ്കരമായിട്ട് നമ്മൾ സെലക്റ്റീവായിട്ട് കളർ കോമ്പിനേഷൻ നോക്കാനൊക്കെ കുഞ്ഞുങ്ങൾ ഒക്കെ ഉണ്ടാവില്ല. അപ്പം നമ്മളെല്ലാം നല്ല ഭംഗിയായിട്ട് ഇതുപോലെ നല്ല സ്നേഹത്തോടെയാണ് ഈ ബെഡ്ഷീറ്റ് എല്ലാം കൊണ്ടുവരുന്നത്. മാഗ്നിസ്കേപ്സിലെ വരണ്ട വഴി കടവന്ത്ര ചെറുപറമ്പത്ത് റോഡ്, അതായത് വൈറ്റ്ലേന്ന് വരുമ്പോഴും MG റോഡിൽ നിന്ന് വരുമ്പോഴും ഇന്ന് ഒത്തിരി സംസാരിച്ചു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ നിന്ന് പോവുകയാണേ. MG റോഡിൽ നിന്ന് വരുമ്പോഴും മെട്രോ പില്ല നമ്പർ 795 സൈഡിലുള്ള റോഡാണ് ചെറുപറമ്പത്ത് റോഡ്. അവിടെ ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിൽ സെക്കൻഡ് ഗേറ്റ് ആണ് നമ്മുടെ മാഗ്നിസ്കേപ്സ്. ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ ഒരു 10-35 വണ്ടികൾക്കുള്ള പാർക്കിംഗ് ഉണ്ട്. നമ്മുടെ ആ ഒരു തിരിയുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെയുള്ള ലാൻഡ്മാർക്ക് ലോട്ടസ് എന്നുള്ളൊരു സംഭവമുണ്ട്, ഒരു ഐ ക്ലിനിക് ഉണ്ട്, പിന്നെ അവിടെ ഒരു HP വേൾഡ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വൈറ്റ്ലേയിൽ നിന്ന് വരുമ്പോൾ ഇതെല്ലാം കാണാൻ പറ്റും കേട്ടോ. പിന്നെ എന്താണെന്നറിയാമോ പറയാനുള്ളത്, നിങ്ങൾ എനിക്ക് തന്ന കുറച്ച് സ്നേഹ സപ്പോർട്ടിനൊക്കെ എനിക്ക് ഞാൻ ഒത്തിരി താങ്ക്ഫുൾ ആട്ടോ. ചില ആൾക്കാരൊക്കെ ഒത്തിരി ചില സമയത്ത് ഞാൻ ഓർക്കും നമ്മളത് അർഹിക്കുന്നില്ലയോ എന്ന് തന്നെ ആലോചിക്കുന്നുണ്ട്. അത്ര ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഞാൻ താങ്ക് യു പറയാട്ടോ. എന്ന് ഞാൻ വിചാരിക്കും ഇതൊക്കെ പറയണമെന്ന്, പക്ഷെ നടക്കുന്നില്ല. പക്ഷെ ഇന്ന് എനിക്കത് തോന്നി, അത് ഞാൻ പറയണമെന്ന്. ചില ആൾക്കാർ വന്ന് നമുക്ക് ആ ഫീഡ്ബാക്ക് ഞാനിവിടെ ഇല്ലെങ്കിലും ആ ഫീഡ്ബാക്ക് തരുമ്പോഴുണ്ടല്ലോ, അതൊരു വളരെ ഐ എം സോ താങ്ക്ഫുൾ ആൻഡ് എന്താ പറയുക, എനിക്ക് ഗ്രേറ്റ്ഫുൾ എന്നൊക്കെ പറയണം. ഇംഗ്ലീഷ് വാർഡൊക്കെ പറഞ്ഞാൽ എനിക്ക് തന്നെ നേരവൻ അറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.